നമ്മളെ രക്ഷിക്കാൻ ഒരു ദൈവം നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ടെന്ന് ഭാവനയെ കാണാമോ? ആരുമില്ല, നമുക്ക് നമ്മുടെ അടുത്തേക്ക് ഇതുപോലെ വരാൻ ഒരാളും ഇല്ലെന്നേ. 10 കാശും ജോലിയും പറമ്പും കാറും ഒക്കെ ഉള്ളപ്പോൾ എല്ലാവരും ഉണ്ട്. ഇച്ചിരി ഒന്ന് തകർന്നിരിക്കട്ടെ, 10 രൂപയുടെ വിഷമം വരട്ടെ, ബാങ്കിൽ നിന്ന് ജപ്തിയുടെ നടുവിലിരിക്കട്ടെ, ഒരാൾ ഫോൺ വിളിച്ചാൽ പോലും ആരും എടുക്കുകയില്ല, ആരും എടുക്കത്തില്ല. ഈ പറയുന്ന എല്ലാവരും, ഈ ചിരിച്ച് കാണിച്ച പലരും ഒരല്പം മാറിയേ നിൽക്കത്തുള്ളൂ. അവന് ചില പ്രശ്നത്തിലാണെന്ന് അറിഞ്ഞാൽ എല്ലാവരും മാറി നിൽക്കും. ജസ്റ്റ് ഇവൻ സിമിത്തേരി കിടക്കുമ്പോഴും ദൈവം അവന് വേണ്ടി വള്ളത്തെ കയറി അതിൽ യാത്ര ചെയ്ത് ഇവിടെ വന്നിറങ്ങി കൃത്യം അവൻ്റെ അടുത്തേക്ക് വരുവാണ്. അവൻ പോലും അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല അവൻ്റെ അടുത്തേക്ക് വരുന്നൊരു ദൈവത്തെ. പക്ഷെ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൊന്ന് കണ്ടേ എൻ്റെ അടുത്തേക്ക് വരുന്നൊരു ദൈവത്തെ. അങ്ങനെ നിന്നോ, നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന് എഴുന്നേറ്റ് നിന്ന് പാടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അകത്ത് നിൽക്കുകയാണേലും പുറത്ത് നിൽക്കുകയാണേലും ഈ പള്ളിയുടെ ഏത് ഭാഗത്ത് നിൽക്കുകയാണേലും കണ്ണുകളൊന്ന് അടച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ പ്രതിസന്ധികൾ, നിങ്ങൾ അനുഭവിക്കുന്ന വെല്ലുവിളികൾ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട്, ഇതേ ഒരു ദൈവം എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവം നിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നു. നിന്റെ അടുത്തേക്ക് വരുന്നത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. സാത്താന്റെ ലോകത്തിനൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ദൈവത്തിന്റെ ഈ വരവ്. പലർ മനുഷ്യർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ദൈവത്തിന്റെ ഈ വരവ്. ദൈവം നിന്റെ അടുത്തേക്ക് വന്നിട്ട് അപ്പൊ പിശാച് ബാധിതൻ പോലും പറയുക, എന്തിനാ എന്റെ കാര്യത്തിൽ നീ ഇടപെടുന്നേ? എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടുന്നേ? എല്ലാ വിശ്വാസികളോടും വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പറയട്ടെ, ദൈവമാരാണ്? ദൈവമാരാണ്? ഏതു തകർന്നവന്റെ ജീവിതത്തിലും ഇടപെടുന്നവനാണ്. ഏത് പരാജിതനെയും രക്ഷിക്കുന്ന ദൈവത്തിന്റെ ഇടപെടലാണ്. 2 കരങ്ങൾ നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഇത്രയും ഇന്ന് കേട്ട ഈ വചനങ്ങൾ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നേ. കല്ലറകൾ കിടന്ന് തകർന്ന് തരിപ്പണമായ ഒരു ജീവിതം, കല്യാണം കഴിച്ച് ഭാര്യയും മക്കളുമായി സന്തോഷത്തോടെ ജീവിക്കേണ്ടവൻ ഇന്ന് സിമിത്തേരി കിടക്കുക. ഇന്ന് ഭ്രാന്തനെ പോലെ ജീവിക്കുക. വീടില്ല, വീട്ടുകാരില്ല, നാട്ടുകാരില്ല, പള്ളിക്കാരില്ല, ആരുമില്ല. പക്ഷെ ആരുമില്ലാത്തവർക്കൊരു ദൈവമുണ്ട്. ആരുമില്ലാത്തവന് വേണ്ടി നീ കൂടെ നിന്നൊരു ദൈവത്തെ നിങ്ങൾ കണ്ടോ? ആരുമില്ലാത്തവനെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെ കണ്ടോ? എല്ലാവിധത്തിലും ഒറ്റപ്പെട്ടവനെ ചേർത്ത് പിടിച്ചൊരു ദൈവത്തെ കണ്ടോ? ഈ ദൈവമാണ് എന്റെ നിങ്ങളുടെ ദൈവം. ഈ ദൈവത്തെ ആരാധിക്കുന്നത്, ഈ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത്. 2 കരങ്ങളും ഉയർത്തി ഒന്നെല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. എല്ലാവരും സ്തുതിക്കുന്നു, സ്തുതിച്ച് തന്നെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ചേർന്ന് പാടാം. നിന്നെ വഹിക്കുന്ന
അതിരുകളില്ലാത്ത, അറിയാമോ, ഏതൊരവസ്ഥയിലും. ഞാനൊന്ന് നമ്മൾ നിന്നുകൊണ്ടൊരു വാക്ക്, നല്ല പാട്ടാണ് പാടിയതെങ്കിലും അതൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനകത്ത് ആരൊക്കെയോ അല്ലെങ്കിൽ ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. കാരണം നമ്മളിപ്പോൾ കേട്ട ഈ കല്ലറയിൽ കിടന്നവന് കൂടെ നിൽക്കാൻ ആരുമില്ലാത്തവനാണ്. പള്ളിയില്ല, പള്ളിക്കാരില്ല, പള്ളി കമ്മിറ്റി ഒന്നുമില്ലായിരുന്നു കൂടെ. ഒരു ചാരിറ്റി പ്രവർത്തകരും ആരുമില്ല ഈ പുള്ളിയുടെ കൂടെ. ഒറ്റപ്പെട്ടു പോയവൻ. ഈ ഒറ്റപ്പെട്ടവൻ്റെ വേദന ആർക്കറിയാം? യേശുവിനറിയാം. കാരണം ഏറ്റവും ഒറ്റപ്പെട്ടവനാണ് ആര്? യേശു. അതിനെന്നാ പറയാം. 2 മിനിറ്റ് ഒരു പാട്ട് പാടുന്നതിന് മുമ്പ്, യേശു 5 അപ്പം 5000 പേർക്ക് കൊടുത്തപ്പം ഈ പറയത്തക്ക മുഴുവൻ ആൾക്കാർ ഈച്ച പോലെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ വലിയ പരിപാടിക്കും ചുറ്റി ആളുകളുണ്ടായിരുന്നു. അവസാനം കുരിശിൽ തറച്ച് കൊല്ലാൻ നേരത്ത് കൊട്ടാരത്തിൻ്റെ അവിടെ നിന്നിട്ട് രാജാവ് ഒരു ചോദ്യം ചോദിച്ചു. ജയിലിൽ കിടക്കുന്ന ബറാബാസിനെ വേണോ യേശുവിനെ വേണോ എന്ന് ചോദിച്ചപ്പം 5 അപ്പം 5000 പേർക്ക് കൊടുത്ത് ഇഷ്ടം പോലെ വയറ് നിറച്ച് തിന്ന ഒരുത്തം പോലും പറഞ്ഞില്ല യേശുവിനെ വേണോന്ന്. ഒരു ഉപകാരവും ചെയ്തിട്ടില്ലാത്ത ജയിലിൽ കിടക്കുന്ന കുറ്റവാളിയായ ബറാബാസ് മതി, ബറാബാസ് മതി എന്ന് ഉറക്ക വിളിച്ചു. ഒരു ഫിലിമില്ലെങ്കിലും അത് കണ്ടിട്ടുണ്ടാകും നമ്മൾ. അത്രയും കാനായിലെ കല്യാണ വീട്ടിൽ അത്ഭുതം ചെയ്ത യേശുവിന് അത്ഭുതം അനുഭവിച്ചവരുണ്ട് അതിനകത്ത്. ഓശാന ദിവസം ഓലയിട്ട് വീശി കാണിച്ചവരുണ്ട് അതിനകത്ത്. പക്ഷെ വാതുറന്ന് ആരും പറഞ്ഞില്ല യേശുവിനെ വേണോന്ന്. ബറാബാസിനെ മതി, ജയിലിൽ കിടക്കണ ആ ആളെ മതി, ഒരു ഉപകാരം ചെയ്തിട്ടില്ല, അയാളെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അനുഭവിച്ചൊരു വേദനയാണെന്ത്? ദൈവമേ, ഇത്രയും പേര് ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരാൾ പോലും ഇല്ലല്ലോ കൂടെ നിൽക്കാൻ. കണ്ണുകളടച്ച് ഈ പാട്ടുകാരൻ പാടിത്തരുന്ന വാക്കുണ്ട്, ഏതൊരവസ്ഥയിലും. ഇന്ന് വായിച്ചു കേട്ട ഈ സിമിത്തേരി കിടക്കുന്നവൻ കൈകാലുകളിൽ ചെങ്ങല വലിച്ചു പൊട്ടിച്ച് ചൊറിയും പിടിച്ച് വ്രണം പിടിച്ച് കുളിക്കാത്ത ഒരു ഭ്രാന്തനെ പോലെ കല്ലറകൾക്കിടയിൽ കിടന്നവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പം അവന് വേണ്ടി ഇടപെടുന്ന പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ കാണുമ്പോൾ ഒരു വാക്ക് ഓർമ്മ വരാതിരി ഓർമ്മ വരും. ഏതൊരവസ്ഥയിലും ഭ്രാന്തനായി പോയാലും, ഒറ്റപ്പെട്ടു പോയാലും, തകർന്നു പോയാലും, എല്ലാവരാലും എഴുതി ഉപേക്ഷിച്ചാലും കണ്ണുകളടച്ച് അതൊന്ന് മനസ്സിൽ കണ്ട്, കല്ലറകൾക്കിടയിൽ കിടന്നവൻ, ആർക്കും വേണ്ടാത്ത പോയവൻ, വീട്ടുകാർക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, കൂടെ പഠിച്ചവർക്ക് വേണ്ട, സുഹൃത്തുക്കൾക്ക് വേണ്ട, ഒരു ചാരിറ്റി പ്രവർത്തകർക്കും വേണ്ട, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനെ തേടി വന്നൊരു ദൈവം. അപ്പോൾ ആ പാട്ട് എഴുതിയ ആൾ വളരെ ഇത് കണ്ടോണ്ടല്ല എഴുതിയത്. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും കൂടാതെ എൻ്റെ ജീവിതത്തെ നോക്കിയിട്ടാണ് ഈ എഴുതിയ ആൾ എഴുതിയത് എന്ന് വിശ്വസിച്ച് ഈ നല്ല പാട്ടുകാരനോട് ചേർന്ന് ഒന്ന് പാടുകയാണ്. ഏതൊരവസ്ഥയിലും. അറിയാവുന്ന എല്ലാവരും അത് ചേർന്ന് പാടണം. ഏതൊരവസ്ഥയിലും പിന്നെയോ യാതൊരു വ്യവസ്ഥകളും. ഒരിക്കൽ കൂടി. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അമ്മ എന്നെ മറന്നാലും, അമ്മ എന്നെ മറന്നാലും, പിന്നെയോ ആ ലോകമെന്നെ വെറുത്താലും സഹിക്കാൻ പറ്റുമോ ഇതൊക്കെ? അമ്മ എന്നെ മറന്നാലും, ഈ ലോകമെന്നെ വെറുത്താലും, ദൈവത്തിന്റെ മനസ്സ് അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു. എന്നിട്ട് എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, പാടമോ? ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും ജീവിതം സമർപ്പിച്ച് യാതൊരു വ്യവസ്ഥകളും. ഒരിക്കൽ കൂടി. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം. ഏതു സ്നേഹം? ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം.
ദൈവസ്നേഹം നിത്യസ്നേഹം. ഈ സ്നേഹത്തെ നോക്കിയിട്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഈ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താൻ കഴിയും? ആപത്തോ വാളോ പട്ടിണിയോ യുദ്ധമോ ആർക്കും. ഏത് സ്നേഹത്തെ നോക്കിയിട്ടാ? ഇത് ഈ സ്നേഹം. ഇപ്പോൾ പാടിയ ആ സ്നേഹത്തെ നോക്കിയിട്ടാണ്. നമുക്കിരിക്കാം. നമ്മളൊരു വാക്യം വായിച്ച് എൻ്റെ പകുതിക്ക് വന്ന് നിർത്തിയിരിക്കുക. എവിടെ എത്തിയെന്നറിയാമോ? പിശാച് ബാധിതൻ ചോദിക്കുകയാണ്, നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നേ? അപ്പം പിശാച് ബാധിതന് മനസ്സിലായി, എൻ്റെ കാര്യത്തിൽ ഇടപെടാനാ വന്നിരിക്കുന്നതെന്ന്. ദൈവം ഇടപെടും. അടുത്ത വാക്യത്തിലേക്ക് ശ്രദ്ധയോടെ കേൾക്കുകയാണ്. അപേക്ഷിക്കുന്നു, അങ്ങെന്നെ പീഡിപ്പിക്കരുതേ. എന്നെ ഉപദ്രവിക്കല്ലേ പ്ലീസ് എന്ന് പിശാച് ബാധിതൻ പറഞ്ഞു. അടുത്ത വാക്യം, കാരണം റീസൺ എന്താണെന്ന് നോക്കുക. റീസൺ, കാരണം അശുദ്ധാത്മാവേ അശുദ്ധാത്മാവേ ആ മനുഷ്യനിൽ നിന്ന്